ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 26-ാം വാരം, ഒക്ടോബർ 5 ശനി. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ച് സന്തോഷത്തോടെ ആയിരിക്കുന്നതിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ സഹായിക്കുന്നു. ക്രിസ്തുവിനാൽ അയക്കപ്പെട്ട 72 പേരും സന്തോഷത്തോടെ തിരിച്ചെത്തുന്നു. നമ്മെക്കുറിച്ചുള്ള പദ്ധതി അനുസരിച്ച് ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ കഴിയുമ്പോഴാണ് ആത്മാവിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ സാധിക്കുക. നമ്മെ ദൈവം അയക്കുന്നത് കുടുംബനാഥനായോ കുടുംബനാഥയായോ, മകനായോ മകളായോ, വൈദികനായോ സന്യസ്തനായോ സന്യസ്തയായോ, അധ്യാപകനോ അധ്യാപികയോ, രാഷ്ട്രീയ പ്രവർത്തകനോ പ്രവർത്തകയോ, കലാകാരനോ കലാകാരിയോ, ജീവനക്കാരനോ ജീവനക്കാരിയോ, നിയമപ്രവർത്തകനോ ആരുമാകാം. എന്തായിരുന്നാലും അയക്കുന്നവനോടുള്ള വിശ്വസ്തത കാത്ത് പാലിക്കാൻ നമുക്ക് സാധിക്കണം. സഭയുടെ നിയോഗത്തിന് സത്യസന്ധതയും ആത്മാർത്ഥതയും വിധേയത്വവും കാത്തു സൂക്ഷിക്കുവാനും കഴിയണം. അപ്പോഴാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി നിത്യജീവൻ്റെ കിരീടത്തിനായി പോകുന്നുവെന്ന് പറയാൻ കഴിയുക. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ മടങ്ങി വന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്, കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഈശോ മറുപടി പറയുന്നുണ്ട്, പിശാചുകൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലോ അത്ഭുതങ്ങളിലോ വലിയ കാര്യങ്ങളിലോ അല്ല നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത്, മറിച്ച് സ്വർഗത്തിൻ്റെ കൃപയിലാണ്. ഒരിക്കൽ ധനാഢ്യനായ ഒരു മനുഷ്യൻ പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് ആശ്രമാധിപൻ്റെ അടുത്ത് 1000 സ്വർണ്ണ നാണയങ്ങൾ നൽകിയിട്ട് പറഞ്ഞു, ഇതെടുത്തുകൊള്ളൂ, അങ്ങേക്ക് ഉപകാരപ്പെട്ടേക്കാം. അദ്ദേഹം ആ പണം എടുത്തില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് രത്നങ്ങളുമായി വന്നു. ഗുരു അതും അവഗണിച്ചു. ഗുരുവിനെങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് അയാൾ ചിന്തിച്ചു. ആ ആഴ്ച വാർഷിക പ്രാർത്ഥന നടക്കേണ്ടതായിരുന്നു. നാട് മുഴുവൻ പങ്കെടുക്കും. ധാരാളം ഒരുക്കങ്ങൾ നടത്തേണ്ടതായിരുന്നു. ധനികനും രാത്രി മുഴുവൻ അധ്വാനിച്ചു. അതിനിടെ ഗുരു അയാളോട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചു? ഗുരു സംസാരിച്ചതിൽ കണ്ണുനീർ പൊഴിച്ച അയാളോട് ഗുരു പറഞ്ഞു, ദൈവത്തിന് വേണ്ടത് പണമല്ല, താങ്കളുടെ വിശ്വസ്തതയും സമർപ്പണവും സ്നേഹവുമാണ്. തന്നെ പുകഴ്ത്തി പറയുന്നവർക്ക് മാത്രമെല്ലാം ചെയ്തു കൊടുക്കുക എന്നത് മനുഷ്യ പ്രകൃതിയാണ്. എന്നാൽ ദൈവത്തിന് സ്വീകാര്യമായതിൽ നന്മയും നിഷ്കളങ്കതയും നിസ്വാർത്ഥവുമാണ് ഉണ്ടാകുക. ദൈവം പ്രതീക്ഷിക്കുന്നതും അത് മാത്രമായിരിക്കും. ദൈവം നമ്മെ സ്നേഹിച്ചേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ പേരും സ്വർഗത്തിൽ എഴുതപ്പെടട്ടെ.